നമസ്കാരം. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുകൂടി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ പത്രിക നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. അവിടെ നിന്ന് കൂടുതൽ സുരക്ഷിതമായ റായ്ബറേലിയിലേക്ക് അദ്ദേഹം മാറുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് കോൺഗ്രസിന് നേരെ ഉയരുന്നത്. കഴിഞ്ഞ 20 വർഷമായി സോണിയാഗാന്ധി നിലനിർത്തുന്ന റായ്ബറേലിയിൽ സുരക്ഷിതമായൊരു സ്ഥാനമാണോ, ഒരു മത്സരമാണോ രാഹുൽ കാണുന്നത് എന്ന ചോദ്യം, അവിടെ വിജയിക്കുന്ന സാഹചര്യം വന്നാൽ വയനാട്ടിലെ ജനതയോട് രാഹുൽ എന്തു പറയും എന്ന മറ്റൊരു ചോദ്യം, ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല, CPM-ൽ നിന്ന് വയനാട്ടിൽ നിന്നുള്ള CK ശശീന്ദ്രൻ, BJP-യിൽ നിന്ന് BG വിഷ്ണു എന്നിവരാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എന്താണ് അമേഠി ഒഴിവാക്കി റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി വരാൻ കാരണം? ശ്രീ പ്രമോദ് രാമൻ, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അമേഠിയിൽ അവർക്ക് വളരെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മ അഥവാ KL ശർമ്മ എന്ന വളരെ ദീർഘകാലം ഈ രണ്ട് മണ്ഡലത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തി മത്സരിക്കുന്നു. ഇവിടെ റായ്ബറേലിയിലും അമേഠിയിലുമൊക്കെ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ളവർ മത്സരിച്ച ചരിത്രം മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ താങ്കളോട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ടതില്ല. അത് റായ്ബറേലിയിലായാലും ഇപ്പുറത്ത് എന്താ പറയുക അമേഠിയിലും നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ വളരെ കൃത്യമായി പഠനവിധേയമാക്കിയതിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധി വയനാടിനോടൊപ്പം റായ്ബറേലിയിൽ കൂടി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ശ്രീമതി സോണിയാഗാന്ധി ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് അവർ രാജ്യസഭയിലേക്ക് മാറുകയും തുടർന്ന് റായ്ബറേലിയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലം ആന്റിരാജ്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർ കേരളത്തിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാകുന്നു, BJP-യോട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ വടക്കേ ഇന്ത്യയിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി അദ്ദേഹം എന്തുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ 2 മണ്ഡലത്തിൽ മാത്രമേ മത്സരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം റായ്ബറേലിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. റായ്ബറേലിയിലേക്ക് തിരഞ്ഞെടുക്കുകയും മറിച്ച് അമേഠിയിൽ മറ്റൊരു വിശ്വസ്തനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നോക്കൂ, ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒന്നിലധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് ഇത് അസാധാരണമായ സംഭവമല്ല. അതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. അത് 1957 ശ്രീ AB വാജ്പേയി ഉൾപ്പെടെ അദ്ദേഹം 3 സീറ്റിലാണ് മത്സരിച്ചിട്ടുള്ളത്. നിരവധി പ്രസിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിലധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ ഒരു അഭംഗിയുമില്ല സീറ്റുകളിൽ മത്സരിക്കുന്നത്. പക്ഷേ 96-ൽ വന്നിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ സെക്ഷൻ 33-ലെ സബ്സെക്ഷൻ 7 അനുസരിച്ചുള്ള അമെൻമെൻറ്റ് അനുസരിച്ച് ഇപ്പോൾ 2 സീറ്റിലധികം മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇപ്പോൾ റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 3 സീറ്റിൽ മത്സരിക്കും എന്നുള്ളതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടതില്ല. അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട്, പാർലമെൻറ്റിൽ മത്സരിക്കുന്നുണ്ട്, അഖിലേഷ് യാദവ് മത്സരിക്കുന്നുണ്ട്, ഒപ്പം ശ്രീ രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നുണ്ട്. അത് ഉത്തർപ്രദേശിലേക്ക് ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവിന് കൂടി കളമൊരുക്കും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഭാഗത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സമയം തെരഞ്ഞെടുപ്പിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെലവഴിക്കുവാനും കൂടി കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായും ചോദ്യം വരുന്നത് എത്ര സീറ്റുകൾ ജയിച്ചു, മുന്നണി എത്ര സീറ്റുകൾ ജയിച്ചു എന്നുള്ളതാണ്. അതിന് വയനാട്ടിൽ ഉൾപ്പെടെ അദ്ദേഹം കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. റായ്ബറേലിയിലും അദ്ദേഹത്തിന് അത് മതിയാകും. മാത്രമല്ല, ഞങ്ങൾക്ക് ഉത്തർപ്രദേശിൽ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുമായി ഒരു അലയൻസ് ഉള്ളതുകൊണ്ട്, ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ഈ 2 സീറ്റിലും ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് പക്ഷെ ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ട് അമേഠി ഒഴിവാക്കി? എന്താ പറയുക, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട കോൺസ്റ്റിറ്റ്യുൻസിയാണ്. നോക്കൂ, അമേഠിയുടെയും എന്തുകൊണ്ടാണ് താങ്കൾ അമേഠിയിലേക്ക് മാത്രമായി റായ്ബറേലിയിലെ അവസ്ഥ നോക്കൂ. റായ്ബറേലിയെ സംബന്ധിച്ചും അമേഠിയെ സംബന്ധിച്ചും നെഹ്റു കുടുംബവുമായി ഏറ്റവും ആത്മബന്ധമുള്ള കോൺസ്റ്റിറ്റ്യുൻസികളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ തന്നെ റായ്ബറേലിയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയിൽ തുടർന്നിങ്ങോട്ട് പല നെഹ്റു കുടുംബത്തിൽപ്പെട്ടവരും മത്സരിച്ച് വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യുൻസിയാണ്. ആ കോൺസ്റ്റിറ്റ്യുൻസിയിൽ ശ്രീമതി സോണിയാഗാന്ധി ഒഴിയുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യുൻസിയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് അമേഠി വേണമോ റായ്ബറേലി വേണമോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്.
എന്തായാലും രണ്ട് സ്ഥലത്തു കൂടി മത്സരിക്കുക അസാധ്യമാണെന്ന് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അസാധ്യമാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടി കൂടിയാലോചിച്ച് റായ്ബറേലിയിൽ അതെ ശ്രീ ജ്യോതികുമാർ, ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ BJP അവരുടെ ഒരു പ്രചാരണത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള വിഷയം അതാണല്ലോ. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അമേഠിയിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന്. കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായ പരാജയം അദ്ദേഹത്തെ വീണ്ടും അവിടെ മത്സരിപ്പിക്കാതിരിക്കുന്നതിന് ഒരു കാരണമായോ? ഒരിക്കലുമില്ല. നോക്കൂ, ഇവിടെ അമേത്തിയിലെ ഹിസ്റ്ററി എടുത്താൽ പോലും BJP ജയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലോ. 98-ൽ സഞ്ജയ് സിംഗ് ജയിച്ചിട്ടില്ലേ? താങ്കളത് മറന്നോ? അന്ന് സതീഷ് ശർമ്മ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധി 99-ൽ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നതിന് മുമ്പ് 98-ൽ സഞ്ജയ് സിംഗ് BJP സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളതാണ്. 91-ലും 96-ലും അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് സതീഷ് ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ആ രീതിയിൽ BJP മുൻപും ആ കോൺസ്റ്റിറ്റ്യുവൻസി ജയിച്ചിട്ടുണ്ട്, പിന്നീട് പരാജയപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി പിന്നെ ശ്രീമതി സോണിയാഗാന്ധിയും അതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധിയും ജയിച്ചു വരികയായിരുന്നു. അപ്പോൾ അവിടെ മാത്രമല്ല, മറിച്ച് റായ്ബറേലിയിലും ഇതുപോലെ കോൺഗ്രസ് വിരുദ്ധ സ്ഥാനാർത്ഥികൾ ജയിച്ച ചരിത്രം നമുക്കുണ്ട്. രാജ്നാരായണൻ ഉൾപ്പെടെയുള്ളവർ, അരുൺ നെഹ്റു കോൺഗ്രസിൻ്റെ ഭാഗമായി ജയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം 96-ലും 98-ലും റായ്ബറേലിയിൽ നിന്ന് അശോക് സിംഗാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJP ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിലും കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിൽപ്പെട്ട നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ശ്രീ രാഹുൽ ഗാന്ധി ശരിയാണ്. ഞാൻ അതിൽ ഊന്നാനുള്ള ഒരു കാരണം ശ്രീ ജ്യോതികുമാർ, താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ റായ്ബറേലി 20 വർഷമായി സോണിയാഗാന്ധി സുരക്ഷിതമായി നിലനിർത്തുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഒരു വിജയം എന്നത് അവിടെ വളരെ എളുപ്പം ഉറപ്പിക്കാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും സാധിച്ചേക്കാം, ആ ഗാന്ധി കുടുംബവുമായുള്ള വളരെ അടുത്ത ബന്ധം. എന്നാൽ അമേഠി അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ജയിക്കേണ്ടിയിരുന്ന രാഹുലിനെ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി തോൽപ്പിച്ചതാണ്. അപ്പൊ അതിനൊരു പകരം വീട്ടുക എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമാവേണ്ടതല്ലേ? കാരണം ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു അഗ്രഷൻ കൊണ്ടുവരിക എന്നത് ഈ ഘട്ടത്തിൽ വളരെ വളരെ പ്രധാനമായിരുന്നില്ല. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു കനൌജിൽ അഖിലേഷ് യാദവ് മത്സരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സഖ്യമായി മത്സരിക്കുമ്പോൾ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അമേഠി തിരിച്ചുപിടിക്കുക എന്നൊരു ഉത്തരവാദിത്തം രാഹുലിനുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് റായ്ബറേലിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്. 96-ലും 98-ലും BJPയിൽ അശോക് സിംഗ് ജയിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങൾ സതീഷ് ശർമ്മയെ മത്സരിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു പിടിച്ചിട്ടുള്ളത്. എന്താ താങ്കൾ അത് മനസ്സിലാക്കാത്തത്? അവിടെ തിരിച്ചു കൃത്യമായ ചോദ്യം അതാണ്. 96-ലും 98-ലും BJP ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അശോക് സിംഗ് ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 99-ൽ സതീഷ് ശർമ്മയെ ഉപയോഗിച്ചുകൊണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് KL ശർമ്മ, കിഷോർലാൽ ശർമ്മ അമേഠിയിൽ നിന്ന് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് അമേഠിയും അതുപോലെ തന്നെ റായ്ബറേലിയും ഉൾപ്പെടെ UPയിൽ മികച്ച വിജയം നേടാൻ കഴിയുന്ന സാഹചര്യമാണ് കോൺഗ്രസിനും വിശിഷ്യ ഇന്ത്യ മുന്നണിക്കും ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അവിടെ കോൺഗ്രസ് അമേഠിയിൽ മത്സരിക്കണമോ റായ്ബറേലിയിൽ മത്സരിക്കണമോ എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അങ്ങനെ തിരിച്ചു ചോദിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. 2014 ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ CK ശശീന്ദ്രൻ, ഇത് വയനാട്ടിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നു, ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ആ മണ്ഡലത്തിന്റെ സവിശേഷത കൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഫലം വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ആ സവിശേഷത കൊണ്ട് പറയുകയാണ്. അവിടെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പോൾ വയനാട്ടിലെ വോട്ടർമാർക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും യഥാർത്ഥത്തിൽ വയനാട്ടിലെ ജനങ്ങളെയും വോട്ടർമാരുടെ നിന്നും താൻ മറ്റൊരു മണ്ഡലത്തിലും കൂടി മത്സരിക്കുമെന്ന തീരുമാനം മറച്ചുവെച്ചു എന്നുള്ളത് വഞ്ചനാപരമായിട്ടുള്ളൊരു നിലപാടാണ്. രാഷ്ട്രീയ മാന്യതയുമായിട്ട് യോജിക്കുന്നതല്ല. മത്സരിക്കാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. 2 മണ്ഡലത്തിൽ മത്സരിക്കാം. ഏത് മണ്ഡലമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പാർട്ടിയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കുക. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. നിയമപരമായുള്ള കാര്യങ്ങളല്ല. ചമക്കാല പറയുന്ന പോലെ 2-ൽ കൂടുതൽ പറ്റില്ല, ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഇവിടെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത് 2019 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാതെ BJPക്കെതിരായി പരാജയപ്പെടുത്താൻ അതിശക്തമായൊരു നിലപാട് സ്വീകരിക്കണം എന്ന പ്ലാറ്റ്ഫോമാണ്. ഒരു മുന്നണിയായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല, പക്ഷെ ഒരു പ്ലാറ്റ്ഫോമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണത്. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ദേശീയ നേതാവ് കൂടിയാണ്. ആ ദേശീയ നേതാവ് എന്ന നിലക്കെല്ലാം മറന്ന് കേവല
കേവലം ഒരു കേരളത്തിലെ UDF നേതൃത്വത്തിന്റെ, അല്ലെങ്കിൽ UDF നേതൃത്വം ഞാൻ പറയുന്നില്ല, കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമായിരിക്കും അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സമീപനം അദ്ദേഹം ഉണ്ടായി. ഇപ്പോൾ എടുത്ത തീരുമാനം BJPയെ പരാജയപ്പെടുത്താനുള്ള തീരുമാനം. കേരളത്തിൽ BJPയെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു സീറ്റ് പോലും കേരളത്തിൽ BJPക്ക് ഉണ്ടാകാനും പോകുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ദേശീയ മുന്നണിയുടെ അദ്ദേഹം വീടുകളിൽ അച്ചടിച്ചു നൽകിയിട്ടുള്ള, രാഹുൽ ഗാന്ധിയുടെ പേര് വെച്ച് അച്ചടിച്ചു നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നത് ഞാൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഒരു പാർട്ടിയോ രണ്ടു പാർട്ടിയോ ചേർന്ന് തീരുമാനിക്കേണ്ടതല്ല, എല്ലാവരും കൂടി യോജിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് തന്നെ തെറ്റായ ഒരു രീതിയിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. വയനാട്ടിലെ അവസ്ഥ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജയിക്കുമെന്നുള്ള ധാരണയിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഒരു VVIP MPയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് വയനാട്ടിലെ ഇടത്തരം ആൾക്കാരും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു പൊതുവികാരം ഈ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നു. റിസൾട്ട് വരട്ടെ, നമുക്ക് ജൂൺ 4 ആലോചിക്കാം. റിസൾട്ട് വരട്ടെ. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ശശീന്ദ്രൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് വയനാട്ടിൽ നിങ്ങൾ പ്രധാനമായി ഉന്നയിച്ചൊരു വാദമുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് BJPയെ നേരിട്ട് രാഹുൽ എതിർക്കുന്നില്ല, എന്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നില്ല എന്ന ചോദ്യം ഉയർത്തിയിരുന്നല്ലോ. അതൊരുപക്ഷെ അവിടെ ആ സമയത്ത് പറയേണ്ട ഒരു നിലയായിരുന്നില്ല എങ്കിൽ, അതായത് ആ തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നതേ ഉള്ളൂവെങ്കിൽ എങ്ങനെ ഉറപ്പിച്ച് പറയാനാകും അവിടെ കൂടി മത്സരിക്കുമെന്ന്? അതുകൂടി കണക്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്കെതിരെ മത്സരിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം രാഹുൽ നിർവഹിച്ചു എന്ന് നിങ്ങൾക്കിപ്പോൾ സമ്മതിക്കേണ്ടി വരില്ലേ? അല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ആദ്യമേ എടുക്കേണ്ട തീരുമാനം BJPക്കെതിരായിട്ട് മത്സരിച്ച് ഞാൻ ലോക്സഭയിലേക്ക് വരും. കേരളത്തിൽ BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വരേണ്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല രാഷ്ട്രീയമായിട്ട്. ആ രാഷ്ട്രീയം തിരിച്ചറിയാനുള്ള സത്യസന്ധമായ ഒരു ഇടപെടൽ, രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരു ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം അതിൽ പൂർണ്ണ പരാജയമാണ്. അപക്വമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നതിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഇന്ത്യ മുന്നണിയെ പോലെയുള്ള ഒരു ദേശീയ മുന്നണിയുടെ നേതാവെന്ന നിലക്ക് അദ്ദേഹത്തിന് യോജിച്ചതല്ല. അതാണ് ഞങ്ങളുടെ വാദം. LDF UDF ആണ് കേരളത്തിൽ മത്സരമെന്ന് ഇന്ത്യ മുന്നണിയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആകുമ്പോൾ കോൺഗ്രസിന്റെ ആരും മത്സരിക്കേണ്ടെന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ രാഹുൽ ഗാന്ധി കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ രാഹുൽ ഗാന്ധി അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ദേശീയ നേതാവാണല്ലോ, അദ്ദേഹത്തിന് വയനാട്ടിൽ പ്രഖ്യാപിക്കാലോ, ഞാൻ ഒരു മണ്ഡലത്തിലെ മത്സരിക്കൂ, വേറെ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് പറയാലോ. അങ്ങനെ പറയണോ വേണ്ടെന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി പറയണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊരു രാഷ്ട്രീയ മാന്യതയുടെ വിഷയമാണ്. ഒരു രാഷ്ട്രീയ മാന്യത ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ആദ്യം തീരുമാനിക്കുന്നത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജ്യോതികുമാർ, ഇതിനകത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് മത്സരിക്കണം, അദ്ദേഹത്തിന് ജയിക്കണം, അത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം കൂടി ആവണം, മണ്ഡലമാണോ? കാരണം അദ്ദേഹം ലോക്സഭയിൽ എത്തണമെന്നത് പൊതുവായി ഒരുപക്ഷെ CPM കൂടി അംഗീകരിക്കുന്ന ഒരു കാര്യം ആയിരിക്കും ഇന്ത്യ മുന്നണിയുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സുരക്ഷിതമായി ലോക്സഭയിൽ എത്തിക്കണമെങ്കിൽ റായ്ബറേലി ഒരു ഓപ്ഷനായിരുന്നു, അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്ഷൻ കാണാതെ, അത് നിങ്ങൾ സ്വീകരിക്കാതെ വയനാട്ടിൽ CPIക്കെതിരെ വന്ന് മത്സരിക്കുക, ആനി രാജയെ പോലെ ഒരു നേതാവിനെ അവിടെ നിന്ന് പരാജയപ്പെടുത്തുക എന്ന തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി വന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി അദ്ദേഹം കൈക്കൊള്ളേണ്ടിയിരുന്ന, വളരെ കൃത്യമായി എടുക്കേണ്ടിയിരുന്ന നിലപാടിന് വിരുദ്ധമല്ലേ എന്നതാണ് ചോദ്യം. പ്രമോദ്, എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ശ്രീ CPMന്റെ പ്രതിനിധി മുൻ MLA കൂടിയാണല്ലോ ശശീന്ദ്രൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് വയനാട്ടിലെ പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്നയാളല്ലേ? വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി ഫോം ചെയ്തതിന് ശേഷം നാളിതുവരെ കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺഗ്രസിൽ നിന്ന് ആരെ നിർത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിനില്ലേ? അത് രാഹുൽ ഗാന്ധി നിർത്തിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ അല്ലെങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്നോ? അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നില്ല. എന്തിനാ ഈ ബാലിശമായ വാദങ്ങളുമായിട്ട് വരുന്നത്? നേരത്തെയുള്ള ആനി രാജയുടെ വാദം എന്ന് പറയുന്നത് എന്തിന് രാഹുൽ? അത് ശരിയല്ലല്ലോ ശ്രീ ചാമക്കാല, അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ജയിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ലോ മത്സരിക്കുന്നത്. അങ്ങനെ പറയുന്നതിൽ ഒരു നീതികേടില്ല. അല്ല അപ്പൊ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ആനി രാജ CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഭാര്യ കൂടിയാണ്, മഹിളാ സംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവാണ്. അവർക്ക് വേറെ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ. നേരത്തെയും രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുണ്ടല്ലോ അവിടെ. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം മത്സരിക്കാൻ പാടില്ല, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണ് പ്രമോദരാമൻ? കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്, ഒരു സിറ്റിംഗ് MP അവിടെ നിന്ന് മാറിക്കൊടുക്കണം, ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? ഒന്നത്. ഒന്നത്
അല്ല, ഇവിടെ ശ്രീ ജ്യോതികുമാർ ഇതാണ് വിഷയം. അതായത് രാഹുൽ ഗാന്ധി ഇപ്പൊ 2019 ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, രാഹുൽ ഗാന്ധി 2019 വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ തീർച്ചയായും അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചം UDF ആകെ ലഭിച്ചു എന്ന് നമുക്കറിയാം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ചതൊക്കെ നമുക്കറിയാം. അതിലൊരു തെറ്റും കാണേണ്ടതില്ല. വടക്കും മത്സരിക്കുന്നു, തെക്കും മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ ഒന്നായി കാണാനുള്ള ഒരു വലിയ സമീപനത്തിന്റെ ഭാഗമായി വേണമെങ്കിലും കാണാം. പക്ഷേ വിഷയം ഇവിടെ മത്സരിക്കുന്നത് BJPക്കെതിരെ അല്ല എന്നുള്ളതാണ്. ഇവിടെ മത്സരിക്കുന്നത് സ്വന്തം മുന്നണിയിൽപ്പെട്ട മറ്റൊരു പാർട്ടിക്കെതിരെയാണ്. അത് ആനിരാജയായാലും മറ്റാരായാലും, ആനിരാജ മത്സരിക്കാതിരുന്നതുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു CP സ്ഥാനാർത്ഥിയല്ലേ അവിടെ വരിക? ഏത് പാർട്ടിക്കെതിരെ, ഏത് രാഷ്ട്രീയത്തിനെതിരെയാണ് ആ മത്സരം എന്നതല്ലേ ചോദ്യം. അത് ഒഴിവാക്കാനും കൂടി ശ്രമിക്കേണ്ടിയിരുന്നില്ലേ രാഹുൽ? ഒരിക്കലുമില്ല. അവിടെ എൻ്റെ പ്രസക്തമായ ആദ്യത്തെ ചോദ്യം, ശ്രീ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട്. അങ്ങനെയാണെങ്കിൽ എവർക്ക് തിരിച്ചു തീരുമാനമെടുക്കായിരുന്നല്ലോ. ഞങ്ങൾ മത്സരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആനിരാജയെ പോലുള്ള നേതാവിനെ മത്സരിപ്പിക്കേണ്ടതില്ല, അവിടുത്തെ ലോക്കൽ ഏതെങ്കിലും നേതാവിനെ മത്സരിപ്പിക്കാം, സൗഹൃദ മത്സരം നടക്കട്ടെ എന്നൊരു തീരുമാനം എടുക്കാമായിരുന്നല്ലോ. ഒരാൾ സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാറിക്കൊടുത്ത് ആനിരാജയെ പോലെ ഒരാളെ മത്സരിപ്പിക്കാൻ വേണ്ടി സഹായിക്കണം എന്ന് പറയുന്നത്, ഇപ്പോൾ ആനിരാജയ്ക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ടല്ലോ. റായ്ബറയിൽ പോയി മത്സരിക്കാം, അദ്ദേഹം കാണിച്ച നീതികേടാണെങ്കിൽ. അപ്പോൾ ദേശീയ തലത്തിലൊരു നിലപാട് ആനിരാജയെ പോലൊരു വ്യക്തി, ശ്രീ ശശീന്ദ്രന് പറയാം. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ LDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയും. പക്ഷേ ശ്രീമതി ആനിരാജയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹം റായ്ബറയിൽ 2ാമത്തെ സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒളിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം. അതും അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നതും ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ, ഞാൻ പറഞ്ഞല്ലോ, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യാൻ വേണ്ടി കൂടിയാണ് റായ്ബറയിൽ നിന്ന് കൂടി അദ്ദേഹം മത്സരിക്കുന്നത് എന്ന കാര്യം കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് അവരെ വിട്ടേക്കൂ, കേരളത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അങ്ങനെയാണ്. പക്ഷേ ദേശീയ തലത്തിൽ ശ്രീ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഒരിക്കലും ഇതിനെ തള്ളിപ്പറയുമെന്ന് ഞങ്ങളാരും കണക്കാക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അല്ല, അവിടെ മത്സരിക്കുന്നതിനെ ആരും തള്ളിപ്പറയല്ല. എന്തുകൊണ്ട് അമേഠി വിട്ട് റായ്ബറേലിയിൽ പോകുന്നു എന്നതും അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആ ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് വയനാട് ഒഴിവാക്കിയില്ല എന്നതുമാണ് ചോദ്യം. ഞാൻ മടങ്ങി വരാം നിങ്ങൾ രണ്ടുപേരിലേക്കും. ശ്രീ BG വിഷ്ണു, ഇവിടെ BJP ഇതിനെ കാണുന്നത് അമേഠിയിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്ന നിലയിലാണ്. അങ്ങനെ കാണാനുണ്ടോ? കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരിക്കാൻ കഴിയുന്ന ഏത് സീറ്റിലും അവർക്ക് ഒരു സ്റ്റേക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് റായ്ബറേലി സോണിയാഗാന്ധി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നതിനെ ഒളിച്ചോട്ടമായി കാണുന്നത് എന്തിനാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിൽ പൂർണ്ണമായും ഒരു പോസിറ്റീവായ സമീപനമാണ് ഉൾക്കൊള്ളുന്നത്. രാഹുൽ ഗാന്ധി കാരണഭൂതനായി ഞങ്ങൾ അമേഠി പിടിച്ചെടുത്തു. അതുപോലെ രാഹുൽ ഗാന്ധിയിലൂടെ ഞങ്ങൾ റായ്ബറേലിയും പിടിച്ചെടുക്കാൻ പോവുകയാണ്. 1977 രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ റായ്ബറേലിയുടെ ചരിത്രമുണ്ട്. 96ലും 98ലും BJP സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ റായ്ബറേലിയിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും BJP റായ്ബറേലി പിടിച്ചെടുക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, പരാജയപ്പെടാൻ വേണ്ടി മാത്രമാണ്. കാരണം രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ മത്സരത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ താൻ പരാജയപ്പെട്ട അമേഠിയിൽ വന്ന് സ്മൃതി ഇറാനിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ മത്സരിച്ച് അവിടെ വിജയിക്കാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. ഇപ്പോൾ സ്മൃതി ഇറാനിയെ പേടിച്ച് അമേഠിയിൽ നിന്നും റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി തെക്കും വടക്കുമൊക്കെ മത്സരിച്ച് കോൺഗ്രസിനെ ഇപ്പോൾ വടക്കോട്ടെടുക്കുന്ന അവസ്ഥയിലാണ്. അതിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ നിസ്തുലമായ പങ്ക് കോൺഗ്രസിനെ വടക്കോട്ടെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി സമ്മാനിച്ചു കഴിഞ്ഞു. എന്തായാലും സോണിയാഗാന്ധി ചരിത്രത്തിലേക്ക് ഇടന്നിടുന്നുണ്ട്. കാരണം റായ്ബറയിൽ നിന്നുള്ള അവസാനത്തെ കോൺഗ്രസ് MP ആയി എല്ലാ കാലഘട്ടത്തിലും ചരിത്ര പുസ്തകത്തിൽ സോണിയാഗാന്ധി ഉണ്ടാകും. BJPയെ സംബന്ധിച്ചോളം പുതിയൊരു ചരിത്രം ഞങ്ങൾ റായ്ബറേലിയിൽ തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ പോസിറ്റീവായി മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഇത് BJPക്ക് ചരിത്രപരമായ ഒരു വിജയം സമ്മാനിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കും. ഇത്രയും അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി താങ്കൾ സംസാരിക്കുന്നത് ഒരർത്ഥത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ സ്വഭാവത്തിലാണ്. പക്ഷെ ആ നിലയിൽ പറഞ്ഞുകൊണ്ട് അവിടെ
പ്രവർത്തനം നടത്തിയാൽ രാഹുൽ ഗാന്ധി ഒന്നുമല്ലാതാകും, അല്ലെങ്കിൽ അങ്ങനെ ആക്കണം. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിന്റെ ഒരു മറ്റൊരു വശമാണ് എന്ന് പറയാം. രാഹുൽ ഗാന്ധിയെ അടച്ച് അദ്ദേഹം ഒളിച്ചോടി വന്നതാണ്, അല്ലെങ്കിൽ പരാജിതനാകാൻ വേണ്ടി വന്നതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം നടത്താനൊക്കെ നിങ്ങൾക്ക് സാധിച്ചേക്കും. പക്ഷേ റായ്ബറേലി മണ്ഡലം ഇപ്പോ 96-ലും 98-ലും കണ്ട നിലയിലല്ല ഇപ്പോൾ, ആണോ? സോണിയാഗാന്ധി 2014 3 ലക്ഷത്തിൽ പരം വോട്ടിനും 2019 1,67,000 പരം വോട്ടിനും ജയിച്ച മണ്ഡലമാണ്. 20 വർഷമായി സോണിയാഗാന്ധി നിലനിർത്തുന്ന മണ്ഡലമാണ്. ഗാന്ധി കുടുംബവുമായി നേരത്തെ തന്നെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ്. അത് ഇപ്പോൾ നമുക്കറിയാം, 96-98 കാലയളവിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അതല്ല ഇന്നിപ്പോൾ റായ്ബറേലിയിൽ ഉള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ തിരസ്കരിക്കാവുന്ന രീതിയിൽ അവിടെ എന്ത് രാഷ്ട്രീയം നിലനിൽക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? ശ്രീ പ്രമോദ് രാമൻ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു. 2014 നിന്ന് 2019 എത്തുമ്പോൾ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷം വോട്ടായി കുറയ്ക്കാൻ 3 ലക്ഷത്തിൽ നിന്ന് BJPക്ക് കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ അടിത്തറയുള്ള അടിസ്ഥാനപരമായ വിജയം. അവിടെ നിന്ന് സോണിയാഗാന്ധി മാറി അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി. എന്തുകൊണ്ട് അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു? തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഗാന്ധിയാണല്ലോ അവിടെ വിജയിച്ചത്. എന്തേ രാഹുൽ ഗാന്ധിയെ ജനം പരാജയപ്പെടുത്തിയത്? വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഉല്ലാസയാത്ര പോകുന്ന അത്രയും നാളുകൾ പോലും തന്നെ വിജയിപ്പിച്ച മണ്ഡലത്തിലെത്താൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല. കേരളത്തിലെ ജനം പറയുന്നുണ്ടല്ലോ, വയനാട്ടിൽ കാടിളക്കി ആന വരുന്നതിൻ്റെ അത്രയും പ്രാവശ്യം പോലും രാഹുൽ ഗാന്ധിയെ വയനാട്ടുകാർ കണ്ടിട്ടില്ല. അവർക്കൊരു ടൂറിസ്റ്റ് എംപിയാണുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അമേഠിയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. അതേ ജനം അതിശക്തമായി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ ചരിത്രത്തിലില്ലാത്ത കോൺഗ്രസിന്റെ പരാജയത്തിന് ആക്കം കൂട്ടുകയും റായ്ബറേലിയിൽ നിന്നല്ല ഉത്തർപ്രദേശിനെ കോൺഗ്രസ് വിമുക്ത സംസ്ഥാനമാക്കി മാറ്റും. അതിനുള്ള അവസരം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ കൈവന്നിട്ടുള്ളത്. ശ്രീ ചാമക്കാല അതിന് ഒരു മറുപടി നൽകിയ ശേഷം തുടരാം. പ്രമോദ് രാമൻ, എനിക്കതിനൊറ്റ മറുപടിയേ ഉള്ളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇവിടെ വയനാട്ടിലൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി തോൽക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി മൈക്ക് വെച്ചിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം രാഷ്ട്രീയ ബോധമുണ്ട്, എത്രത്തോളം രാഷ്ട്രീയത്തെ കള്ളം പറയല്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ച് കൃത്യമായി ബോധമില്ലേ വയനാട്ടിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി? ഇവിടെ BJPയുടെ പ്രതി എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ റായ്ബറേലിയിൽ കാണിച്ചു തരാം, വയനാട്ടിൽ നിങ്ങളൊന്നും കാണിക്കാനില്ലെന്നേ. ഇവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞത് ശരിയാണ്. വയനാട്ടിൽ നിന്നും കോൺഗ്രസിനെ വടക്കോട്ടെടുക്കുകയാണ്, അതായത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയാണ്, അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. മറിച്ച് നിങ്ങളുടെ പ്രധാനമന്ത്രി BJPയെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെക്കോട്ടെടുക്കും. താങ്കൾ പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്. വയനാട്ടിൽ നിന്നും വടക്കോട്ടെടുത്ത് ഡൽഹിയിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ വിജയിക്കാൻ പോകുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത് ശരിയാകുന്നതും ഈ പ്രധാനമന്ത്രി BJPയെ തെക്കോട്ടെടുക്കുമെന്ന് ഞാൻ പറയുന്നതും. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലവാരം വിട്ട് എത്രത്തോളം താഴോട്ടിറങ്ങി എന്തെല്ലാമാണ് അദ്ദേഹം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ വേണ്ടി എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഭയക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട പ്രമോദ് രാമൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു. അതിൻ്റെ സൂചന കണ്ടു തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 3 മാസം മുമ്പോ 4 മാസം മുമ്പോ ഒക്കെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണോ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും എഴുതിത്തള്ളിയിരുന്നത്, അവർ തന്നെ തിരിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരു തിരിച്ചുവരവിൻ്റെ പാത മുന്നിലെത്തിയിരിക്കുന്നു. ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സമനില തെറ്റിയ ഒരു നേതാവിനെ പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയോ പറയുകയാണ്. അടിസ്ഥാനപരമായി ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഇവിടെ BJPയുടെ നേതാക്കന്മാർ, കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ എന്താ പറയുന്നത്? വയനാട്ടിൽ തോക്കുമെന്ന് പറയുന്നത് ആരാണ്? കെ സുരേന്ദ്രനാണ് പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോൽക്കാൻ പോകുന്നു. കെ സുരേന്ദ്രൻ മത്സരിച്ച് ഇനി ഏതെങ്കിലും സീറ്റ് അവശേഷിക്കുന്നുണ്ടോ എന്ന് കേരളത്തിൽ ഇനി മത്സരിക്കാൻ? പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും അല്ല, അതേ എല്ലാ ചർച്ചയ്ക്കും ഉണ്ട്. പക്ഷേ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. രണ്ടിടത്തും വിജയിക്കുകയാണെങ്കിൽ ഏത് സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്തും എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഉത്തർപ്രദേശിലൊരു സീറ്റ് വിജയിക്കുകയും അത് ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും നന്നാവില്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് റായ്ബറേലി നിലനിർത്തിയാൽ
ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരിക വയനാടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിനാണോ കൂടുതൽ സാധ്യതയുള്ളത്? ഇപ്പോഴത്തെ ഇതൊരു കടന്ന ചിന്തയാണ് എന്ന് പറയണ്ട. കാരണം എന്ന് വെച്ചാൽ എന്തായാലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് നേരത്തെ തന്നെ ആ ചോദ്യം ഉയർന്നു വരുന്നത്. ഇന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതെ, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി 2 സ്ഥലത്തും ജയിക്കുമെന്ന് BJPയും LDFിൻ്റെയും എല്ലാ നേതാക്കന്മാരും പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ വാചകത്തിലൂടെയാണ്. അതിനകത്ത് വളരെ കൃത്യമായി AICCയുടെ അഖിലേന്ത്യാ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ ഫോർമുലയുണ്ട്. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കട്ടെ. ഇവിടെ K. സുരേന്ദ്രൻ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മേക്കെട്ട് കയറി നിൽക്കുക. അണ്ണാൻ ആനയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുപോലെ ഉള്ളൂ. പക്ഷേ K. സുരേന്ദ്രനെ സംബന്ധിച്ച്, അല്ലെ കേരളത്തിലെ BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സീറ്റിൽ K. സുരേന്ദ്രൻ ഒന്നിലധികം തവണ മത്സരിച്ചിട്ടുണ്ടോ? മഞ്ചേശ്വരത്ത് അദ്ദേഹം തവണ മത്സരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി എല്ലാ സ്ഥലത്തും അദ്ദേഹം ഓടി നടന്ന് മത്സരിക്കില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എവിടെ മത്സരിച്ചത്? പത്തനംതിട്ടയിൽ മത്സരിച്ചു. ഇപ്പോൾ എന്താ അദ്ദേഹം അവിടെ നിൽക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വയനാട്ടിലേക്ക് പോയത്? അപ്പോൾ കേരളത്തിലെ BJPയുടെ അവസ്ഥയെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതില്ല. അത് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഒരു സംശയവും വേണ്ട, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നതിൻ്റെ ഉത്തമ സൂചനകളാണ് BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലജല വിഭ്രാന്തി എന്ന് ശശീന്ദ്രൻ. ഇപ്പോൾ റായ്ബറേലി, ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം ശ്രീ ജ്യോതികുമാർ. റായ്ബറേലിയിൽ മത്സരിച്ച് ജയിക്കുന്ന രാഹുൽ വയനാട് സീറ്റ് ഒഴിയാനാണ് സാധ്യതയെങ്കിൽ അതിനെ CPM എങ്ങനെ കാണുന്നു, ഇടതുപക്ഷം എങ്ങനെ കാണുന്നു? കാരണം വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക എന്നത് ഏത് നിലയ്ക്കും ഇടതുപക്ഷത്തിന്, LDFിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാൻ വകയില്ലാത്തൊരു കാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടും ആ ഒരു മണ്ഡലത്തിൽ UDFിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മത്സരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒട്ടും ഗുണകരമാവില്ല എന്നതാണോ CPM ചിന്തിക്കുന്നത്? അതോ അവിടെ ഒരു മത്സരം വീണ്ടും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രചാരണത്തിന് കൂടുതൽ സാധ്യത കൈവരികയാണ് എന്നാണോ? ഞങ്ങൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഇടതുപക്ഷവും CPMഉം ഒക്കെ അതിനെ കാണുന്നത് ഒരു മണ്ഡലത്തിലും എല്ലാ പ്രാവശ്യവും എല്ലാവരും ജയിക്കുമെന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. റായ്ബറേലിയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്. വയനാട്ടിന്റെ ഒരു അനുഭവം, വയനാട് ഉറച്ച UDFിന്റെ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയത്തെ നമ്മൾ യാഥാർത്ഥ്യത്തോടെ സമീപിക്കണം. എന്നാൽ ആ ഉറച്ച മണ്ഡലത്തോട് രാഹുൽ ഗാന്ധി കാണിച്ചത് അങ്ങേയറ്റത്തെ അനീതിയായിരുന്നു. 23 തവണയാണ് അദ്ദേഹം വയനാട്ടിൽ വന്നിരുന്നത്. 243 തവണ അദ്ദേഹം വിദേശത്ത് പോയി. അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം, ഞങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് വയനാട്ടിലെ LDFിനകത്ത് മാത്രമല്ല UDFിനകത്ത് തന്നെ വലിയൊരു ജനവിഭാഗങ്ങൾ ഞങ്ങൾക്കൊരു VVIP MP വേണ്ട എന്ന ചിന്താഗതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പായ വിശ്വാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം ഈ ചാമക്കാല പറയുന്ന പോലെ ബാലിശമായ രീതിയിലല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. ഞങ്ങളുടെ ചോദ്യം 2019 ശേഷമാണ്, രാഹുൽ ഗാന്ധി MP ആയ ശേഷമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുന്നത്. ആ രാഷ്ട്രീയ സംവിധാനത്തിൽ അതിന്റെ ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന നിലക്ക്. അദ്ദേഹം ഇപ്പോഴാണ്, ഈ അടുത്താണ്, ഈ തെരഞ്ഞെടുപ്പിന് കുറച്ചു മുമ്പ് മാത്രമാണ് ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ഉണ്ടാകുന്നത്. ശ്രീ ശശീന്ദ്രൻ, ഇന്ത്യ മുന്നണി നേരത്തെ ഇല്ല. ആർക്കും എവിടെയും മത്സരിക്കാം. കോൺഗ്രസിന്റെ ഏതാൾക്കും മത്സരിക്കണം തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ആ പാർട്ടിക്കാണ്. അതിലേക്കല്ല ഞങ്ങളെ ഒരു രാഷ്ട്രീയത്തോട് സത്യസന്ധതയും ആ രാഷ്ട്രീയത്തെ താൻ ഉൾപ്പെടെ ചേർന്നെടുത്ത ഒരു തീരുമാനത്തോട് യോജിച്ച ഒരു തീരുമാനം എടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇന്ത്യ മുന്നണി എന്ന നിലക്ക് കോൺഗ്രസ് മത്സരിക്കുന്നതിനല്ല ഞങ്ങൾ എതിർക്കുന്നത്. കോൺഗ്രസിന്റെ ആൾ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് എന്തിനു എതിർക്കേണ്ട കാര്യം? കേരളത്തിൽ LDF UDF തമ്മിലാണ് മത്സരം. അത് ഇന്ത്യ മുന്നണിക്കകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് BJPയെ പരാജയപ്പെടുത്താൻ, BJP വിരുദ്ധ വോട്ടുകളെ കേന്ദ്രീകരിപ്പിക്കാൻ നമുക്ക് യോജിച്ചു നിൽക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയ ധാരണയുടെ നേരെ വിപരീതമായി രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവ് പെരുമാറി എന്നുള്ളതാണ് വയനാട്ടിൽ ഉയർന്നു വന്നുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം. ആ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് ആരെയും മത്സരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയാത്തതൊന്നും ഞങ്ങളുടെ തലയിൽ ആരും കെട്ടിവെക്കുകയും വേണ്ട. റായ്ബറേലിയാണോ അമേത്തിയാണോ തീരുമാനിക്കേണ്ടതൊക്കെ അവരാണ്. അമേത്തിയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി രാഷ്ട്രീയ പോരാട്ടമായി നന്നായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു പുറമേ നിന്നുള്ള ആളെ നിലക്ക് ഞങ്ങൾക്ക് അഭിപ്രായം പറയാം. തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അതിനൊന്നും ഞങ്ങൾ പറയുന്നില്ല. റായ്ബറേലിയിൽ ഞങ്ങൾക്ക് 4 വോട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്കാണ്. ഒരു സംശയം വിചാരിക്കേണ്ട. നിങ്ങൾ എടുത്ത നിലപാടല്ല ഞങ്ങൾ എടുക്കുക. ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾക്ക് 64 MP പിന്തുണ ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യം സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് ഉള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പലവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ അത് പറ്റിയില്ല. മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ KC വേണുഗോപാൽ പ്രതിനിധീകരിക്കുന്ന രാജസ്ഥാനിൽ ഞങ്ങൾക്ക് 2 MLA നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വോട്ട് ചെയ്തത്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു എന്നതാണ്. ഞങ്ങൾ രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. BJPയെ പരാജയപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആ സംശയമൊന്നുമില്ല. BJPയെ പരാജയപ്പെടുത്താൻ അല്ല രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ആ രാഷ്ട്രീയ വിമർശനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. അല്ലാണ്ട് കോൺഗ്രസിന് മത്സരിക്കാൻ പാടില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമില്ല. സിറ്റിംഗ് MP മത്സരിക്കാൻ പാടില്ല ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹം കൂടെ ഉൾപ്പെടുന്ന ഒരു നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് ആ രാഷ്ട്രീയ സംവിധാനത്തെ നമ്മൾ യോജിച്ച് മത്സരിക്കേണ്ടുന്ന ആവശ്യത്തെ ഉന്നയിച്ച് നമ്മൾ BJPയെ പരാജയപ്പെടുത്താൻ എല്ലാവരും കൂടി യോജിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത് രാഷ്ട്രീയ ചോദ്യം? അല്ലാണ്ട് ഞങ്ങളോട് ചോദിച്ചിട്ട് വരണമെന്ന അർത്ഥത്തിലൊന്നും ഞങ്ങളതിനെ കാണുന്നേ ഇല്ല. രാഷ്ട്രീയമായിട്ട് അപക്വമായൊരു തീരുമാനം കൈക്കൊള്ളുന്ന ഒരു ദേശീയ നേതാവ് എന്ന പട്ടികയിലേക്ക് നിർഭാഗ്യവശാൽ പൊടി പോലും ശ്രീ ശശീന്ദ്രൻ, ഇപ്പോ വയനാട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാതിരിക്കുകയും പിന്നീട് റായ്ബറേലിയിൽ മത്സരത്തിന് തയ്യാറാവുകയും ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം? കാരണം ഇപ്പോൾ UPയിലും വയനാട്ടിലും എല്ലാം ഒരേ സമയത്തല്ല നമ്മൾ കോൺഗ്രസ് ആയാലും മുന്നണി ആയാലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും നിർത്തുന്നതും. അതുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കാതെ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് അപ്പോൾ തന്നെ അതിനുവേണ്ടി വയനാട് രാഹുൽ ഒഴിയണമായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തോട് കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. 100% കൂറു പുലർത്തുന്നുണ്ടായിരുന്നു, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ നേരത്തെ ഇവിടെ പറഞ്ഞ ആനി രാജ എന്തിനാണ് ഇവിടെ നിന്ന് മത്സരിച്ചത്? ആനി രാജ LDFിന്റെ പ്രതിനിധി എന്ന നിലക്ക് നേരത്തെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ LDF UDF തമ്മിൽ മത്സരം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ ചാമക്കാലിക്കും അറിയാം, KC വേണുഗോപാലിനും അറിയാം. ആർക്കും അറിയാതിരിക്കുന്നത്? KC വേണുഗോപാലിന്റെ പേര് ഞാൻ പറയുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നിലക്കാണ്, അല്ലാണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല. ആ സമയത്ത് രാഹുൽ അവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉറപ്പ് ഉണ്ടായിരുന്നില്ല താനും, അല്ലെ? ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ ചോദിച്ചാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വയനാട് നിലക്ക്, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ നിലക്ക് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി ചോദിച്ചതാണ്, രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കണം, ഏതാണ് നിങ്ങളുടെ നിലപാട്? അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം ഒളിച്ചോട്. മാത്രമല്ല, ദേശീയ പാർട്ടിയല്ലേ അത്. ഒരു ദേശീയ പാർട്ടി എന്ന നിലക്ക് ദേശീയ നേതൃത്വത്തിന് ഈ കാഴ്ചപ്പാടും കണക്കുകൂട്ടലും രാഷ്ട്രീയമായിട്ടുള്ള നിയമപരമായിട്ടൊന്നും ഒരു തെറ്റുമില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇലക്ഷൻ ജനപ്രാതിനിധ്യം അനുസരിച്ച് 2 സീറ്റിൽ മത്സരിക്കുക, അതൊക്കെ അവരുടെ കാര്യം. അതിലേക്ക് ഞങ്ങൾ ഇടപെടുന്നത് നമ്മൾ യോജിച്ചുണ്ടാക്കിയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, ആ ധാരണയുടെ അടിസ്ഥാനത്തോണ്ട് കൂറു പുലർത്താനും അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിനും പരാജയപ്പെട്ടു പോയി എന്നാണ് ഞങ്ങളുടെ വാദം. അതാണ് കാര്യം. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതാണ് വയനാട്ടിലുണ്ടായ വിഷയം. അല്ലാണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ സിറ്റിംഗ് MP സീറ്റ് നിഷേധിക്കേണ്ടതില്ല. അദ്ദേഹം സിറ്റിംഗ് MP രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാതിരിക്കാനാവില്ല ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെ, അതായത് ഇന്ത്യയുടെ വടക്ക് എന്ന് നമുക്ക് പറയാവുന്ന ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ തെക്ക് കേരളത്തിലും മത്സരിക്കുന്നു. ഒരുപക്ഷെ കർണാടകത്തിൽ അവർക്ക് മത്സരിക്കാൻ കഴിയും. ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ മത്സരിക്കാൻ കഴിയുന്നു. അതൊരു ദേശീയ പാർട്ടിയുടെ സ്വഭാവം എന്ന നിലയിൽ ഉൾക്കൊള്ളാൻ BJP തയ്യാറുണ്ടോ? സമാനമായ നിലയിൽ ഇപ്പോൾ നമ്മൾ പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആ സ്ഥാനാർത്ഥി നിർണയ കാലഘട്ടത്തിൽ. ഒരേ നിലയിൽ വടക്കും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്തും അതേ നിലയിൽ ദക്ഷിണേന്ത്യയിൽ ഒരു മണ്ഡലത്തിലും ഒരേ സമയത്ത് ജയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ മറ്റൊരു തരത്തിൽ ഒരു ദേശീയ പാർട്ടിക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നിലപാട് കൊണ്ടുകൂടിയല്ലേ BJPക്ക് അതിന് സാധിക്കുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് ശ്രമിക്കാതിരിക്കുന്നത്, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിന് ശ്രമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ പ്രമോദ്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനും രാജ്യത്ത് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങളും നിലപാടുകളും അനുസരിച്ച് അവർക്ക് മത്സരിക്കാം. ഞങ്ങൾ ഒരിക്കലും അത് ചോദ്യം ചെയ്തിട്ടുമില്ല. അതിനു മുമ്പ് ജ്യോതികുമാറിനൊരു മറുപടി കൊടുത്തോട്ടെ. സുരേന്ദ്രൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അതെ, കേരളത്തിൽ BJPക്ക് വോട്ടുകൾ കുറവായിരുന്ന പല മണ്ഡലങ്ങളിലും സുരേന്ദ്രൻ മത്സരിച്ച് വോട്ട് വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പോലെ സ്വന്തം മുന്നണിയുടെ സീറ്റ് നഷ്ടപ്പെടുത്തിയ ചരിത്രം സുരേന്ദ്രൻ ഇല്ല എന്ന് താങ്കൾ വ്യക്തമായിട്ടൊന്ന് ഓർക്കുക. സുരേന്ദ്രൻ മത്സരത്തിലുള്ള വോട്ട് കൂട്ടിയിട്ടേ ഉള്ളൂ, കോന്നിയിലടക്കം. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ആരെയാണ് ഭയപ്പെടുന്നത്?
അദ്ദേഹം ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗത്തെ വലിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഭയമുള്ളത് കൊണ്ടും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും വികസന പ്രവർത്തനങ്ങൾ സ്വന്തം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടുമാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ ജനം പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമെന്ന് അവർ തന്നെ വിശേഷിപ്പിച്ചതാണ്. ഞങ്ങളുടെ കുടുംബമാണ് അമേഠി. അവിടെ ജനമാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തിരസ്കരിച്ചത്. ഇപ്പോൾ അതായത് ശ്രീ വിഷ്ണു, പ്രധാനമന്ത്രി തന്നെ രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്ന വർഗീയത, ആ വർഗീയത, അതായത് ഈ ഭൂരിപക്ഷ വിഭാഗം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന ഭൂരിപക്ഷ മതവിഭാഗം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രധാനമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞല്ലോ, പിന്നെ ഭൂരിപക്ഷ മതത്തിൽ പിന്നെ മതത്തിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന നിലയിൽ പരാമർശം അദ്ദേഹം തന്നെ നടത്തി. അപ്പൊ അത് രാജ്യത്ത് എവിടെയും എങ്ങനെ വേണമെങ്കിലും പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു താഴ്ചയിൽ BJP എത്തിയിരിക്കുന്നു എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയപ്പോൾ എതിർത്തതാരാണ്? രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ കാലത്തും എതിർക്കുമ്പോൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾക്കും താല്പര്യങ്ങൾക്കും യാതൊരു വില കൽപ്പിക്കാതിരിക്കുകയും എന്നാൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ കാശിയിൽ വരികയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർത്തിട്ടില്ല. അതാണ് അവരോട് മതേതര ശക്തികൾ ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിനോട് മൗനമായി യോജിച്ചു നിന്നു എന്നതാണ് ചോദ്യം. അല്ലാതെ രാഹുൽ ഗാന്ധി, ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശം ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, അല്ല, ആരാണ് ഇവിടുത്തെ മതേതര കക്ഷി? മുസ്ലിം ലീഗാണോ? രാഹുൽ ഗാന്ധി എത്രത്തോളം ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്നതുകൊണ്ടാണ് അദ്ദേഹം അമേഠിയിൽ പരാജയപ്പെടുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ വയനാട് മത്സരിച്ചത്. വയനാട് ലോക്സഭയിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ഇടവേള പോകേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ അതിനെ മെനക്കെടുന്നില്ല. ശ്രീ ചാമക്കാല ഇതിന് മറുപടി പറയണം. ഭൂരിപക്ഷ വിഭാഗങ്ങളോട് രാഹുൽ ഗാന്ധിക്ക് ഭയമുണ്ടോ? അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണോ? അവർക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല എന്ന ആരോപണം, ആ ആരോപണം എത്ര കണ്ട് ശരിയാണ് ശ്രീ ജ്യോതികുമാർ? ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് അല്ല പ്രമോദെ അതിനുള്ള മറുപടിയാണല്ലോ പ്രമോദെ ഇപ്പോൾ ഞങ്ങൾ റായ്ബറേലിയിൽ കൊടുക്കാൻ പോകുന്നത്. റായ്ബറേലിയിൽ ഉൾപ്പെടെ പിന്നെ അതുപോലെ അമേഠിയിൽ ഉൾപ്പെടെ ഞങ്ങൾ അതിനുള്ള മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ സുരേന്ദ്രൻ മത്സരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നു പറയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന് തലേന്ന് അദ്ദേഹം എവിടെ മത്സരിക്കും തീരുമാനിക്കാൻ പറ്റും. ഞാൻ മത്സരിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. KB ഗണേഷ് കുമാറിനോടാണ് മത്സരിച്ചത്, പരാജയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മുൻപ് കിട്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 12,000 വോട്ട് കണ്ട് എനിക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആ നിയമമണ്ഡലത്തിൽ ശക്തമായി നിലനിൽക്കുന്നുമുണ്ട്. എനിക്ക് എന്നെ പാർട്ടി ഒരു അവസരം തന്നതിൽ എനിക്ക് അഭിമാനവുമുണ്ട്. ഞാൻ തുടർന്നും അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ സുരേന്ദ്രനെ സംബന്ധിച്ച് അങ്ങനെയല്ലോ, എവിടെയാ മത്സരിക്കുന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഏതായാലും പോട്ടെ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് വിഷ്ണു എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു സുരേന്ദ്രന്റെ മത്സരവും താങ്കളുടെ മത്സരവും യാദൃച്ഛികമായി കടന്നു വന്നതാണെന്ന് ഞാൻ കരുതുന്നു. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു, അതല്ല വിഷയം ഇപ്പോൾ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാം, അതിനുശേഷം നമുക്ക് തുടരാം. അതെ, ശ്രീ ശശീന്ദ്രൻ പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏകോപന സമിതിയിൽ അംഗമാകണം. നിങ്ങൾ ഏകോപന സമിതിയിൽ അംഗമായിട്ടുണ്ടോ? ഏകോപന സമിതിയിൽ അംഗമാകാത്തത് എന്തുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധി നൽകാത്തത്? അവിടെയാണല്ലോ ഇത്തരം ചർച്ചകൾ നടക്കേണ്ടത്. അല്ലാതെ ഈ പൊതുനിരത്തിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മാധ്യമ പിന്നെ ചാനലുകളുടെ റൂമുകളിലോ അല്ല ചർച്ച നടക്കേണ്ടത്. അത്തരം വിഷയം, നിങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് അത് സംസാരിക്കാനാണല്ലോ ഏകോപന സമിതി ഉണ്ടാക്കിയത്. ആ ഏകോപന സമിതിയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ആത്മാർത്ഥത എത്രത്തോളമുണ്ട്? അപ്പോൾ കേരളത്തിലെ CPM, ദേശീയ തലത്തിലുള്ള CPM നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ബംഗാൾ ഘടകം എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വം എങ്ങനെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള CPM-ന്റെ കേരള ഘടകം, പ്രത്യേകിച്ച് സാക്ഷാൽ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് ദേശീയ നേതൃത്വം പോലും ചലിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ VVIP വേണ്ട എന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ചു എന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ മോഹം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞൊരു വാചകം ഞാൻ എടുത്തു പറയുന്നു, അപക്വമായ തീരുമാനമെടുക്കുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നത് താങ്കളുടെ അഭിപ്രായമായി വെച്ചാൽ മതി. താങ്കൾ ധൈര്യമുണ്ടെങ്കിൽ സീതാറാം യെച്ചൂരിയെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഒന്ന് പറയിക്കൂ. അപക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് താങ്കൾക്ക് ദേശീയ നേതൃത്വത്തെ കൊണ്ട് CPM-ന്റെ നേതൃത്വത്തെ കൊണ്ട് പറയാൻ കഴിയുമോ? അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു മത്സരിക്കുന്നു എന്നുള്ളതൊരു വലിയ പാതകമായി നിങ്ങൾ കണക്കാക്കുകയും നിങ്ങൾ അങ്ങനെ പിന്നെ വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ യാതൊരു ഭിന്നതയും ഉണ്ടായിരുന്നില്ല. ശ്രീ ജ്യോതികുമാർ, പ്രമോദ്, അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ?
ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ കേരള ഘടകത്തിന്റെ തീരുമാനമാണിപ്പോൾ. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. അതൊക്കെ എനിക്കും താങ്കൾക്ക് പറയാവുന്ന വിഷയമാണല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ബി ജെ പി നന്നാക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ടല്ലോ. എന്തായി ആ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി പക്വമായ തീരുമാനം എടുക്കുന്ന ആളല്ല എന്ന് പറയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസമാണ് താങ്കളെ കൊണ്ട് അത് പറയിക്കുന്നത്. അല്ല, ഞാൻ അത് പറയിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വളരെ കൃത്യമായ അതിന്റെ രാഷ്ട്രീയം ഇപ്പോൾ ശ്രീ CK ശശീന്ദ്രൻ പറഞ്ഞ അതേ നിലയ്ക്ക് തന്നെ സീതാറാം യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ കേന്ദ്ര നേതൃത്വം ആകെ തന്നെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രമോദേ. അതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ BJP-ക്ക് എതിരായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ചാണല്ലോ ഇവർ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ EP ജയരാജന്റെ കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലാതെ പോകുന്നു? CPI സാക്ഷാൽ ആനി രാജയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി ആവശ്യപ്പെട്ടില്ലേ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും ഇദ്ദേഹത്തിന്റെ നടപടി ശരിയായില്ല എന്നും? എന്തെങ്കിലും ഒരു തീരുമാനം CPM-ൽ ഉണ്ടായോ? ഇനി CPI-യുടെ സംസ്ഥാന കൗൺസിൽ കൂടി എന്നിട്ടോ അവിടെ ഈ വിഷയം അജണ്ടയായിട്ട് വന്നോ? ചർച്ച ചെയ്തോ? അപ്പോൾ എത്ര പരിമിതപ്പെട്ടിരിക്കുന്നു അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എന്ന് ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ EP ജയരാജനെ പോലെ ഒരാൾ BJP-യുമായി വലിയ ബാന്ധവം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് പരസ്യമായി തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും ഒന്നിന് പിറകെ ഒന്നായി തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും അതിനെ ഒന്ന് തള്ളിപ്പറയാനോ EP ജയരാജനെതിരെ കഴിയില്ല. കാരണം അവിടെ മുഖ്യമന്ത്രി BJP-യുമായി നല്ല ബാന്ധവത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ പറഞ്ഞെന്താണ്, ഇവിടെ കോൺഗ്രസ് വന്ന് മത്സരിക്കുന്നത് എങ്ങനെയാണ് BJP ഗുണമുണ്ടാകുക? കേരളത്തിലെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. ഒരു സീറ്റിലൊഴികെ, തിരുവനന്തപുരത്ത് സീറ്റിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളായി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളായി UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. ഒരു സീറ്റിൽ മാത്രമാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. അദ്ദേഹം തന്നെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു രാഷ്ട്രീയ സന്ദേശത്തിന് എതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നാണ് ശ്രീ ശശീന്ദ്രൻ പറയുന്നത്, അല്ലെങ്കിൽ CPM പറയുന്നത്. അല്ല, അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ, ആ കണ്ണിലൂടെ മാത്രമേ കാണുന്നുള്ളൂ. ആ പ്രശ്നം കുറച്ചുകൂടി ഞാൻ കടത്തി പറഞ്ഞാൽ, പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ CPM നേതൃത്വം ഒരുതരം പൊട്ടക്കണ്ടിലെ തവളകളായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം. ഞാൻ തുറന്നു പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ പ്രമോദ്, അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വസ്തുത. എനിക്ക് അത് മാത്രമേ അതിനെക്കുറിച്ച് അത്രയും മാത്രമേ പറയാൻ പറ്റൂ. അത്രയും പറയാൻ പാടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദേശീയ തലത്തിൽ എടുത്തിട്ടുള്ള ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. അതായത് ദേശീയ തലത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെടുക ദേശീയ അന്തരീക്ഷത്തിന് ചേരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ടാണെങ്കിലും ഇന്ത്യ മുന്നണിയിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ അതിന്റെ ഏകോപന സമിതിയിൽ പാർട്ടി വരുന്നില്ല എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ചാമക്കാല പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ അതുൾപ്പെടെയാണെങ്കിൽ പോലും BJP-ക്ക് എതിരായി നിൽക്കുക എന്ന വളരെ ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ ഉണ്ട് എന്നതാണ്. പക്ഷേ കേരളത്തിലെ CPM എന്ന് പറയുന്നത് പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ അതുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നാണ്. അതേസമയം തന്നെ ശ്രീ ചാമക്കാല പറയുന്നത് ഇപ്പോൾ CPM എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ പാർട്ടിയാണ് എന്നും. താങ്കൾക്ക് മറുപടി പറയാം ശ്രീ ശശീന്ദ്രൻ. ശ്രീ ചാമക്കാല വളരെ ദുർബലമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ പരോക്ഷമായി തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാത്ത പാർട്ടിയല്ല ഞങ്ങൾ. കോൺഗ്രസ് വളർന്നു വലിയ പാർട്ടിയായല്ലോ ഇന്ത്യയിൽ. അതുകൊണ്ടാണല്ലോ അവർ മുന്നണി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എല്ലാവർക്കും ക്ഷീണമുണ്ട്. അത് ഓരോ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളാണ്. അതിനെ മറികടക്കാനാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനും രാജ്യത്തൊരു മതരാഷ്ട്രം രൂപീകരിക്കാനുമുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള യോജിപ്പാണ്. അല്ലാണ്ട് CPM-ന്റെ കാഴ്ചപ്പാട് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. കോൺഗ്രസിനെ കുറിച്ച് ഞങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടല്ലോ, ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്കുണ്ട്. ഇതെല്ലാം പരസ്പരം അംഗീകരിച്ചുകൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളെന്തോ രണ്ട് നിലപാടാണ്. അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം. കോൺഗ്രസ് പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിച്ച് തന്നെ തെറ്റാണെന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരുടെ യോഗം ചേർന്നു അവർ തന്നെ പരസ്യമായിട്ട് പത്രപ്രസ്ഥാനം കൊടുത്തിട്ടോ. ഇടതുപക്ഷത്തോടെ ആയിരുന്നില്ല മത്സരിക്കേണ്ടിയിരുന്നത്. അത് അവരുടെ നിലപാട്. ഞാൻ പറയുന്നത് ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എടുത്ത തീരുമാനത്തിന് മുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ആവർത്തിക്കുന്നു പറയണ്ട.
പിന്നെ അപക്വമായ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നതിൽ അത് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തോടല്ല മത്സരിക്കേണ്ടത് പറഞ്ഞില്ലേ? ഞങ്ങൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. രാഷ്ട്രീയമായിട്ടാണ് അപക്വം എന്ന് പറയുന്നത്, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ഞങ്ങൾ അങ്ങനെ കാണാറുമില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഞാനുമായിട്ട് അടുത്ത സൗഹൃദ ബന്ധമുള്ള, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം MLA നിലയ്ക്ക് ഞങ്ങൾ യോജിച്ച് MP MLA എന്നൊക്കെ പ്രവർത്തിച്ച് അടുത്ത സൗഹൃദ ബന്ധമുള്ള ആളുകളാണ്. അതൊക്കെ വേറെ വിഷയം. രാഷ്ട്രീയമായിട്ടാണ് കാര്യങ്ങൾ എടുക്കുക. ആ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ അപക്വമായ തീരുമാനം അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് മത്സരിക്കുന്നതിനല്ലല്ലോ ഞങ്ങൾ എതിർക്കുന്നത്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. മറ്റൊരു ബിജെപിയുടെ പ്രതിനിധി ശ്രീ BG വിഷ്ണു, ഇതിൽ കാണേണ്ട ഒരു കാര്യം, അതെ, ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, അവർ തമ്മിൽ പൊരുതുന്നതും അവർ തമ്മിൽ ഒന്നിക്കുന്നതിനുമെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ അതിന് താങ്കൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അതായത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഒക്കെ തന്നെ സൗത്ത് ഇന്ത്യയിൽ വന്ന് മത്സരിക്കാൻ മടിക്കുന്നതിൻ്റെ കാരണത്തിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിലെ പിന്നെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയ ഭൂമിക ആ നിലയിൽ ഈ മതേതര ശക്തികൾക്ക് കൂടുതൽ ബലം നൽകിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതേസമയം രാഹുൽ ഗാന്ധിക്കാവട്ടെ ദക്ഷിണേന്ത്യ എന്ന പോലെ തന്നെ ഉത്തർപ്രദേശിൽ സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്നു, അത് വിജയിക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ അമേഠിയിൽ പരാജയപ്പെട്ടു എന്ന വസ്തുത അവിടെ നിൽക്കുമ്പോൾ പോലും റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറാവുന്നു, BJP കാൻഡിഡേറ്റിനെ നേരിടുന്നു. ഈ സാഹചര്യമല്ലേ കുറെ കൂടി ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളത്? അല്ലാതെ BJPയെ പോലെ എല്ലാം തന്നെ ഉത്തരേന്ത്യയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു, ദക്ഷിണേന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശുഷ്കമായ ഒരു അവസ്ഥ. ഇത് നിങ്ങൾ തന്നെ മറികടക്കേണ്ട ഒരു സംഗതിയല്ലേ BJPയെ സംബന്ധിച്ചിടത്തോളം? ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനത്തെ 2 സംസ്ഥാനത്ത് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും അടക്കം. പക്ഷേ ഏറ്റവും കൂടുതൽ MP-മാരുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ നേതാക്കന്മാർ ഉത്തരേന്ത്യയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാർ മത്സരിച്ച മണ്ഡലങ്ങളെയൊന്നും നേതാക്കന്മാർ വഞ്ചിച്ചിട്ടില്ല. അവിടെ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ വീണ്ടും അവിടെയും അടുത്തുള്ള മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. എന്തേ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു? കാരണം ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ജനം പരാജയപ്പെടുത്തിയത്. ഈ രാജ്യത്തിന്റെ വിശ്വാസത്തെ അംഗീകരിക്കാത്ത രാഹുൽ ഗാന്ധി, സ്വന്തം ജനതയുടെ ആത്മാർത്ഥത പുലർത്താത്ത രാഹുൽ ഗാന്ധിയെ അമേഠിയിലെ ജനത പരാജയപ്പെട്ടു. ഇവിടുന്ന് ദക്ഷിണേന്ത്യയെ ദേശീയ തലത്തിൽ എത്തിക്കാനോ ഇവിടെ സാമൂഹ്യ പരിവർത്തനം ചെയ്യാനോ ഒന്നല്ല രാഹുൽ ഗാന്ധി വന്നത്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറയട്ടെ. ഇപ്പോ 2004 സോണിയാഗാന്ധി ഈ ഒരു പോയിന്റ് കൂടി ചേർത്തിട്ട് താങ്കൾക്ക് പറയാം. അതായത് 2004 സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു. അതേസമയം തന്നെ ബെല്ലാരിയിലും കർണാടകത്തിൽ മത്സരിക്കുന്നു. ബെല്ലാരിയിൽ സോണിയാഗാന്ധിയെതിരെ മത്സരിച്ചത് ആരാണ്? സുഷമ സ്വരാജാണ്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഒരു ചരിത്രഘട്ടം ഉണ്ടായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. വേണമെങ്കിൽ സൗത്ത് ഇന്ത്യയിലും വേണമെങ്കിൽ വലിയ നേതാക്കൾക്ക് വന്ന് മത്സരിച്ചു നോക്കാം എന്നൊരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും മികച്ച നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴും അവരവരുടെ സ്ഥലങ്ങളിൽ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നു, ശ്രീ അണ്ണാമല തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും അവരവരുടെ സ്ഥലങ്ങളിൽ അവരവർ രാഷ്ട്രീയ പ്രവർത്തനം നടങ്ങിയ അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിച്ച് വിജയിക്കണം എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. പക്ഷെ മത്സരിച്ച് പ്രവർത്തിച്ചിടത്തെല്ലാം ഒളിച്ചോടുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടത്. രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യ പ്രവർത്തനവും വിപ്ലവവും വരുത്താനല്ല വയനാട് വന്നത്. അവിടുത്തെ ഭൂരിപക്ഷ വോട്ടർമാർ തന്നെ പരാജയപ്പെടുത്തുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നിലപാടെടുത്തുകൊണ്ടാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മലപ്പുറത്തെ അടക്കം മണ്ഡലങ്ങൾ ചേർന്ന വയനാട് പാർലമെന്റിൽ വന്ന് മത്സരിച്ചത്. വയനാട് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല. ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാനാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത്. അല്ലാതെ ദക്ഷിണേന്ത്യയോടുള്ള ഒരു സ്നേഹവും കൊണ്ടല്ല രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധിക്ക് വേറെ ഗതിയില്ലാത്തത് കൊണ്ടാണ് വയനാട് വന്ന് മത്സരിക്കുന്നത്. ഇനി അഥവാ വയനാട് പോയാൽ ഇനി പ്രിയങ്ക ഗാന്ധിക്ക് റോബർട്ട് ഗാന്ധിക്ക് ഒക്കെ മത്സരിക്കണമെങ്കിൽ ഉത്തരേന്ത്യയിൽ വേറെ സീറ്റില്ല. ഇനി മലപ്പുറമോ പൊന്നാനിയോ മാത്രമേ ഉള്ളൂ അവർക്ക് മുന്നിൽ. കോൺഗ്രസും ചേർന്ന് മത്സരിക്കുന്നു. പറയട്ടെ പ്രമോദ്, ഒരു കാര്യം കൂടി പറയട്ടെ. കോൺഗ്രസ് കുടുംബത്തിലെ നേതാക്കന്മാർക്ക് ഇനി മത്സരിക്കാൻ പൊന്നാനിയും മലപ്പുറവും മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന BJPക്കെതിരെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം.
അതിനുശേഷം അതിനൊരു ഉത്തരം നൽകുന്നതായിരിക്കും കുറെ കൂടി സംശയമൊന്നുമില്ല. ജൂൺ ശരിയെന്ന് 4 വരെ തോന്നുന്നു. നിങ്ങൾ കാത്തിരുന്നോളൂ. ശരി, ഓക്കെ. അപ്പോൾ ജൂൺ 4 വരെ കാത്തിരുന്നാൽ മാത്രം ഉത്തരം കിട്ടേണ്ട പല വിഷയങ്ങളുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലും BJP-ക്കെതിരെ നേരിട്ടും മത്സരിക്കാൻ തയ്യാറായി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൈക്കൊള്ളുന്ന നിലപാടിന്റെ വ്യക്തമായ ഒരു പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോട് ഒരിക്കലും വിയോജിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ആ മത്സരത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ തെക്കേ ഇന്ത്യയിൽ വയനാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നതായിരിക്കാം ഒരുപക്ഷെ മറ്റൊരു വിധത്തിൽ LDF-നെയും UDF-നെയും ബാധിക്കുന്ന കാര്യം. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ CK ശശീന്ദ്രൻ, ശ്രീ BG വിഷ്ണു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.